എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഹൻസിക ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഹൻസിക കൃഷ്ണകുമാറിൻ്റെ മകള് ഒരു വീഡിയോ ഇട്ട് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. സോഷ്യൽ മീഡിയയിൽ എടുത്തു വെച്ച് ഇറക്കിയ ഒരു കാര്യമാണ്. എല്ലാവരും ഇതിനകത്ത് റിയാക്ട് ചെയ്താണ്. ആ പെങ്കൊച്ച് അങ്ങനെ ഒരു കാര്യം കാണിച്ചപ്പം ഇവരുടെ ഈ ഫാമിലിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ടോ, ഇവർക്ക് സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ എന്താ സോഷ്യൽ മീഡിയയിൽ ഒരു സെലിബ്രിറ്റി ആയിട്ടും ഒക്കെ ഉള്ള ആൾക്കാർ അങ്ങനെ ഒരു ഇതിലേക്ക് അവർക്ക് അങ്ങനെ വരേണ്ട കാര്യമില്ല. എന്നിട്ട് എല്ലാത്തിനും ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും അന്ന് ഒരുപാട് എടുത്ത് വിമർശിച്ചായിരുന്നു. പിന്നെ ചില ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ കാണിക്കുന്നവരും അതിനെടുത്ത് വിമർശിച്ചായിരുന്നു. ഞങ്ങളൊക്കെ ചെയ്യുമ്പോഴേ ഉള്ളൂ കുഴപ്പം, അവരൊക്കെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ഞങ്ങളൊക്കെ ജീവിക്കാൻ വേണ്ടി ചെയ്യുമെന്നും പറഞ്ഞിട്ട് കുറേ ടീമുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ വന്നവരൊക്കെ ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ കാണുക തന്നെ ചെയ്യണം. ഒരു മനുഷ്യന് ഒരു മോശമായ ഒരു രീതിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയെന്ന കുട്ടി പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെപ്പോഴും പറയുമായിരുന്നു ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തേക്കുന്നതിൽ അഹാനയുടെ ഒക്കെ എടുത്ത് നോക്കണം. അവരൊക്കെ അങ്ങനെയുള്ള അത് എപ്പോഴും ചോദിക്കുന്നത് അവരൊക്കെ എടുത്തതിന് കുഴപ്പമില്ല, ഞാൻ എടുത്തതിനുള്ള കുഴപ്പം. അവരൊക്കെ അങ്ങനെ അവരൊക്കെ നമ്മൾ പറയുന്നതിനകത്തൊക്കെ കയറി അങ്ങനെ മോശമായിട്ടൊരു വീഡിയോസ് അവർ ഇടുന്നില്ല. അവർ നല്ല നല്ല വീഡിയോസുകളൊക്കെ ഇടുന്നത് അവരുടെ യാത്രയും കാര്യങ്ങളും പിന്നെ അവരുടെ വീട്ടിലെ കൊച്ചിൻ്റെ അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെയാണ് അവർ ഇടുന്നതെന്ന് പറയുമായിരുന്നു. അന്നേരമൊക്കെ ആ സമയത്താണ് ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ പുറത്ത് വരുന്നതും വൈറലാകുന്നതും. അതേ പിടിച്ചങ്ങ് തുടങ്ങിയായിരുന്നു വിമർശനം. റിയാക്ഷൻ മീഡിയക്കാർ വിമർശിച്ചതിനൊക്കെ കൂടുതലായിരുന്നു. അവരൊക്കെ ഒന്നിച്ച് ഡയലോഗ് അടിക്കുന്ന കേട്ടാൽ അവർ കാണിക്കുന്ന ഇതാണ്. എന്നിട്ട് മറ്റുള്ളവർ കാണിക്കുന്നത് എന്താ പറയാം, അവനവൻ്റെ കണ്ണിൽ വലിയ കമ്പ് കിടക്കും. എന്നിട്ട് മറ്റുള്ളവൻ്റെ കണ്ണിൽ ചെറിയ കരട് എടുക്കാനായിട്ടായിരുന്നു അതിന് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് അതെടുത്ത് പുറത്തിട്ടുന്നത് എന്നിട്ട് റിയാക്ഷൻ മീഡിയക്കാർക്കായിരുന്നു അന്നേരം പ്രശ്നം പറയുന്നത്. ഇവരൊക്കെ എന്തിനെടുത്ത് ഇതിട്ടു എന്ന് ചോദിച്ചുകൊണ്ട് റിയാക്ഷൻ മീഡിയക്കാരല്ലായിരുന്നു അതെടുത്ത് പുറത്തിട്ടത്, വേറെ ആരോ എടുത്ത്. എനിക്കത് ഷബീന ബീബിക്കായിരുന്നു അത് കൊടുത്തതെന്ന് തോന്നുന്നു. അങ്ങനെ അതേ ചൊല്ലി വന്ന ഒരു വിഷയമായിരുന്നു. അപ്പം എന്നാണെങ്കിലും നമ്മളിപ്പോൾ ഒരു മനുഷ്യന് ഒരു തെറ്റ് പറ്റി, ഒരു മോശമായ കാര്യമായിക്കോട്ടെ എന്നതായിക്കോട്ടെ, അവർക്കൊരു തെറ്റ് പറ്റി അവർ ക്ഷമ പറയുവാണെങ്കിൽ നമ്മളത് ഉൾക്കൊള്ളുക തന്നെ വേണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിമർശിച്ചവരാണെങ്കിൽ അത് നമ്മൾ പറയുകയും ചെയ്യണം. അവരെ പറ്റി അവർ നല്ല കാര്യങ്ങൾ നമ്മൾ പുറത്ത് പറയുകയും ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാണ്ട് കാര്യമുണ്ട്. ഞാൻ പക്ഷേ ആ കുട്ടിയുടെ വീഡിയോ എടുത്ത് ഞാൻ ഇട്ടില്ലായിരുന്നു, വിമർശിച്ചായിരുന്നു. വേറൊരാളുടെ വീഡിയോയിലൂടെ ഞാനത് വിമർശിച്ചായിരുന്നു. അതിനെപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. വീഡിയോ ആയിട്ട് ഞാൻ പുറത്ത് വിട്ടില്ലായിരുന്നു, അതിനെപ്പറ്റി വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നാണെങ്കിൽ അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു നല്ല വശങ്ങൾ വരുമ്പോൾ അതും പുറത്തോട്ട് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പം ആ കൊച്ചൊരു പോസ്റ്റാണ് ചെയ്തേക്കുന്നത് ഇൻസ്റ്റയിൽ. അപ്പം അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ പറയാം. ഇത് പറയുമ്പോഴത്തേക്ക് ചിലർക്കൊക്കെ ചിലപ്പോൾ പൊള്ളുമായിരിക്കും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ചിലരൊക്കെ പറയുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പരിപാടി തുടങ്ങിയെന്നാണ് പറയുന്നത്. ജീവിക്കാൻ വേണ്ടി തുടങ്ങിയെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ലോകത്തുള്ള മനുഷ്യർക്കെല്ലാം സുഖമായിട്ട് ജീവിക്കാമല്ലോ. ഈ തുണി അഴിച്ച് കാണിക്കലാണ് ജീവിക്കാനുള്ളൊരു ഏക മാർഗ്ഗമെങ്കിൽ, അതാണ് ഏക മാർഗ്ഗമെങ്കിൽ ആ പണിക്ക് മതിയില്ല, വേറെ പണിക്കൊന്നും പോകണ്ടല്ലോ. ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് സ്ത്രീകൾക്ക് എന്നാ സുഖമാണ്, ഇഷ്ടം പോലെ പൈസ മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടാക്കാൻ പറ്റില്ലെന്ന്. എന്നിട്ട് ഞാൻ അതെങ്ങനെ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഇതല്ലേ പരിപാടി, ഇൻസ്റ്റയിൽ ഒരു സബ് എടുത്താൽ പോരെ, എത്ര ലക്ഷങ്ങളാണ് ഒരു മാസം ഉണ്ടാക്കുന്നതെന്ന്. അപ്പം ആണുങ്ങളുടെ കാഴ്ചപ്പാടും അങ്ങനെ തുടങ്ങി. സ്ത്രീകൾ മൊത്തത്തിൽ അങ്ങനെയാണെന്നുള്ളൊരു മൈൻഡിലുള്ള ഇതാക്കിയാൽ ഏത് സ്ത്രീകൾക്കും അത് ചെയ്ത് ജീവിക്കാം. പിന്നെ ചിലരൊക്കെ പറയാറുണ്ട് നിങ്ങളെക്കൊണ്ട് പറ്റാഞ്ഞിട്ടാണോ നിങ്ങൾ ഇതിനെതിരെ എതിർക്കുന്നത്, നിങ്ങൾ ഇതിനെ വിമർശിക്കുന്നത് നിൽക്കുന്നത്. ഈ തുണി അഴിച്ച് കാണിക്കാമെന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള പരിപാടിയൊന്നുമല്ല. വല്ല പണിക്കും പോയി ജീവിക്കുന്നതാണ് പാടുള്ള പണി. അല്ലാതെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. ഇതും ഒരു പണി തന്നെയാണ്, ഇത് നല്ല പണിയാണ്. വീഡിയോ എടുക്കുക, അതിനകത്ത് പല ഭാഗങ്ങളും നമുക്ക് ഇതിനകത്ത് വേണ്ടാത്തത് കാണുമായിരിക്കും, അത് കട്ട് ചെയ്യുക, അത് കട്ട് ചെയ്ത് എഡിറ്റ് കൃത്യമാണോ എന്ന് നോക്കിയതിന് ശേഷം അത് ആ എഡിറ്റ് ചെയ്യുന്നതിനകത്തൊന്ന് അപ്ലോഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് യൂട്യൂബിലേക്ക് ഇടുന്നത്. അങ്ങനെ ഒരുപാട് തല പുകഞ്ഞിരുന്ന് കുറേ കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും. അല്ല നിസ്സാരമല്ല, ഇതെടുത്ത് ഇങ്ങോട്ട് ബ്ലാ ബ്ലാ നടിച്ചങ്ങോട്ട് വിടുകയല്ല ചെയ്യുന്നത്. അപ്പം അങ്ങനെ പറയുന്ന ഒരു ഇതിലേക്ക് ആക്കി തീർത്തു കുറേ എണ്ണങ്ങൾ ഈ ഇൻസ്റ്റയിലുള്ള സബ് എന്നുള്ള പരിപാടി. കുറേ എണ്ണങ്ങൾ അതിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വരുന്നവർക്ക് പോലും ഇപ്പോൾ ഒരു ചമ്മലാണ്. കാര്യം അത് ഇങ്ങനെ ഡ്രസ്സ് ഊരുക എന്നുള്ളൊരു ഓപ്ഷനാക്കി മാറ്റിക്കഴിഞ്ഞു. അതുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട്, ഇല്ലെന്നില്ല. അത് അങ്ങനെ തന്നെ കാണിച്ച് പൈസ ഉണ്ടാക്കുന്ന കുറേ നാറിയ മനുഷ്യരുണ്ട്, കുറേ നാറിയ എണ്ണങ്ങൾ. എന്നിട്ട് അതിനെപ്പറ്റി ഇങ്ങ് തത്വം പറയാനും വരും. ജീവിക്കാൻ വേണ്ടിയാണ്, ജീവിക്കാൻ വേണ്ടി ഇതാണോ പണി? അപ്പം ഈ കൊച്ച് പറഞ്ഞേക്കുന്നതാണ് ഹായ് എല്ലാവർക്കും, ഞാൻ ഹൻസിയാണ്. നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം 3 ആഴ്ചകൾക്ക് മുമ്പ് എൻ്റെ ഇൻസ്റ്റയിൽ സബ്സ്ക്രിപ്ഷൻ ഫീച്ചറിലൂടെ പങ്കുവച്ച ഒരു വീഡിയോയെ സംബന്ധിച്ച് ഒരു സംഭവം ഉണ്ടായി. പിന്നോട്ട് നോക്കുമ്പോൾ അത് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ അശ്രദ്ധയും പക്വതയില്ലായ്മയും നിറഞ്ഞ ഒരു തീരുമാനമായിരുന്നു. അതിനാൽ ഞാൻ ആത്മാർത്ഥമായി ഖേദിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്കൊരു തെറ്റ് പറ്റി, ആ കൊച്ചിന് അങ്ങനെ ഇത് പറ്റി, അത് ആ രീതിക്ക് വന്ന് അത് ആ ഒരു പോസ്റ്റ് ചെയ്തതാണ്. അതിന് പറ്റിയ തെറ്റ് ഒരു പക്ഷേ ശരിക്കും അതിനെ എല്ലാവരും എടുത്തിട്ട് റിയാക്ട് ചെയ്തായിരുന്നു. കാര്യം റിയാക്ട് ചെയ്യുന്നത് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഓരോരുത്തർ ഇങ്ങനെ വന്ന് കാണിക്കും തോറും ഇത് മറ്റുള്ളവരിലേക്ക് ചെന്ന് വീണ്ടും ഈ ഒരു ഓപ്ഷനെ അങ്ങ് മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും പറയും നിങ്ങൾ എന്നെ അവരെ എടുത്ത് റിയാക്ട് ചെയ്ത് അവരെ അങ്ങനെ പറയാൻ തന്നെ ഇവരെ ഇങ്ങനെ പറയാൻ തന്നെ എന്ന് ചോദിച്ചുകൊണ്ട് കുറേ എണ്ണങ്ങൾ. അപ്പം പിന്നെ ഞങ്ങൾക്ക് കാണിച്ചാൽ എന്നാ കുഴപ്പമെന്നുള്ള മൈൻഡിലാണ് വരുന്നത്. അപ്പം ഈ ഒരു കാര്യത്തിൽ അത്രയും. പക്ഷേ ഈ കൊച്ച് പറയുന്നുണ്ട്, അതിനകത്ത് മൊത്തം ഞാനിങ്ങനെ ഇത് വായിക്കുന്നില്ല, കുറച്ചുണ്ട്, അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നതേ ഉള്ളൂ. അത് പറയുന്നുണ്ട് ആ ഒരു സമയത്ത്
എപ്പോഴും ഒരു നിമിഷം അറിയാതെ സംഭവിച്ച പോലെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് തെറ്റാന്ന് മനസ്സിലായത്. തെറ്റാന്ന് മനസ്സിലായപ്പോഴത്തേക്ക് 5 മിനിറ്റിനുള്ളിൽ അത് ഡിലേറ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ഡിലേറ്റ് 5 മിനിറ്റിനുള്ളിൽ ചെയ്യുന്നതിന് മുമ്പേ ഇത് പുറത്ത് വന്നു കഴിഞ്ഞ് അത് മൊത്തം എല്ലാവരുടെയും കയ്യിലെത്തി. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ പറഞ്ഞ് റിയാക്ട് ചെയ്യുമ്പോഴും ആ വീഡിയോ ചിലർ ഇടാറുണ്ട്. പക്വതയില്ലായ്മ നിറഞ്ഞ ഒരു തീരുമാനമായിരുന്നു. അതിനാൽ ഞാൻ ആത്മാർത്ഥമായി ഖേദിക്കുന്നു. ഞാൻ ഇവിടെ ന്യായീകരിക്കാനല്ല വന്നിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു മാസമായി ഞാൻ വേദനയും മനസ്സിലെ ഭാരവും വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഇതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കണമെന്ന് തോന്നി. ഞാനത് എന്തിനാണ് പോസ്റ്റ് ചെയ്തതെന്ന് ഇന്നും എനിക്ക് വ്യക്തമായി അറിയില്ല. അതൊരു തെറ്റായിരുന്നു. വേണ്ടത്ര ആലോചിക്കാതെ ഉണ്ടായ ഒരു പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. അത് പോസ്റ്റ് ചെയ്ത ഉടൻ തന്നെ എനിക്ക് ഖേദമായി. 5 മിനിറ്റിനുള്ളിൽ തന്നെ ഞാനത് ഡിലേറ്റ് ചെയ്തു. പക്ഷേ ഡിലേറ്റ് ചെയ്യുന്നതിന് മുന്നേ അത് പുറത്ത് വന്നത് എല്ലാവരും എടുക്കുകയും ചെയ്തു. പലരും ഇത് പണത്തിനും പ്രശസ്തിക്കും ചെയ്തതാണെന്ന് ആരോപിച്ചു. ചിലരൊക്കെ എങ്കിലും അങ്ങനെ തോന്നിയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ അത്തരം ഒരു ഉദ്ദേശം എനിക്ക് ഉണ്ടായിരുന്നില്ലെന്ന് ആത്മാർത്ഥമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സംഭവത്തിന് 3 ദിവസം കഴിഞ്ഞ് എൻ്റെ സഹോദരി 1 വർഷത്തിലേറെയായി പ്രവർത്തിച്ചിരുന്നൊരു മ്യൂസിക് വീഡിയോ പുറത്തിറക്കാനിരുന്നതായിരുന്നു. അതിൽ ഞാനും അഭിനയിച്ചിരുന്നു. എൻ്റെ പ്രവൃത്തിയുടെ ഫലങ്ങളെക്കുറിച്ച് ഞാൻ ശരിക്കും ചിന്തിച്ചിരുന്നെങ്കിൽ അവളുടെ പ്രയത്നത്തെ ബാധിക്കാവുന്ന ഒരു കാര്യവും ഞാൻ ഒരിക്കലും ചെയ്യുമായിരുന്നില്ല. ഇത് ആസൂത്രിതമായ ഒന്നല്ലെന്ന് ഞാൻ ആഴത്തിൽ ഖേദിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഈ കുട്ടിയുടെ ചേച്ചി ഈ ഒരു ആൽബം, ഒരു മ്യൂസിക് ആൽബം ഇറക്കാനായിട്ട് ഈ കുട്ടിയോട് വെച്ചാണ് അത് തീരുമാനിച്ചിരുന്നത്. അപ്പം ആ ഇത് വരുന്ന സമയത്ത് ഒരിക്കലും ഒരു നെഗറ്റീവിന് വേണ്ടി ഇവരിങ്ങനെ ഒരു പരിപാടി കാണിച്ചു വെക്കത്തില്ല. എപ്പോഴും എങ്ങനെ ഒരു നിമിഷത്തിൽ പറ്റിപ്പോയൊരു തെറ്റ് അതിന് അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് കാര്യങ്ങളാണ്. കാര്യം ഇപ്പം ഏത് സെലിബ്രിറ്റിയുടെ മക്കളായിക്കോട്ടെ, ഒരു സാധാരണക്കാരനായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ഇങ്ങനൊരു കാര്യം വരുമ്പം എല്ലാവരും വിമർശിക്കും, ഉറപ്പായിട്ടും വിമർശിക്കും. പിന്നെ കുറേ വലിയ ആൾക്കാർ ഒന്നിച്ചറിയും, കുറേ സദാചാരക്കാർ വന്നിരിക്കുന്നു, നിനക്കൊന്നും വേറെ പണിയില്ലേ, അവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്തോട്ടെ, അവരങ്ങനെയൊക്കെ ജീവിച്ചോട്ടെ എന്ന് പറയും. ഈ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, ഇങ്ങനൊരു പെണ്ണുങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ വലിയ എളുപ്പമുള്ളതെന്ന് ചോദിച്ച ആളോട് ഞാൻ ചോദിച്ചു, നിൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും നീ ഇങ്ങനെ ഒരു പരിപാടിക്ക് വിടുമോ എന്ന് ചോദിച്ചു. അയ്യേ ഞാൻ ചെയ്യലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അന്നേരം വന്ന മറുപടി. ഞാൻ ചോദിച്ചു, പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. നിൻ്റെ വീട്ടിലും ഉണ്ട് പെണ്ണുങ്ങൾ, നിൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ നീ അതിനെ എതിർക്കുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അത് പറ്റത്തില്ല, അങ്ങനെ നീ പറയാതെ പോ, അങ്ങനെ ഒന്നും സംസാരിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തെറ്റാണ്, അത് മോശപ്പെട്ട ഒരു കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ സപ്പോർട്ട് ചെയ്യുന്നവർക്കും അറിയാം ഇതൊരു മോശം കാര്യമാണ്. എല്ലാവരും ചോദിക്കേണ്ട, അവരുടെ സബിനകത്തല്ലേ അവരത് ചെയ്തത്, നിങ്ങൾ എന്നാത്തിനാണ് അതിനകത്തുനിന്ന് എടുത്തുകൊണ്ട് വരുന്നത്, അവരവിടെ കാണിച്ചോട്ടെ എന്നൊക്കെ ഒരുപാട് ന്യായീകരിക്കുന്നവരുണ്ട്. അതിന് സബിനകത്ത് ചെയ്തതായിക്കോട്ടെ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ അത് ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കുമോ? പിന്നെ ചിലർ വന്നിച്ച് പറഞ്ഞ ന്യായമാണ്, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സങ്കടം കൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നതെന്ന്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സങ്കടം ഉണ്ടോ? ഈ ന്യായീകരിക്കാൻ വരുന്നവരുടെ സങ്കടം അതാണോ? ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ള സങ്കടമാണോ നിങ്ങൾക്കുള്ളത്? ഈ ഒരു പെണ്ണ് ഡ്രസ്സ് കാണിച്ച് അവിടെ ഇവിടെ കാണിക്കുക എന്നുള്ള വലിയ കഷ്ടപ്പാട് പിടിച്ച പണിയൊന്നുമല്ല. അത് പലരും കാണിക്കുന്ന നമ്മൾ കണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങനെ കുറേ ആൾക്കാർ വന്നേച്ച് ചോദിക്കും, അപ്പോൾ പണം ഉള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും മാനം തന്നെയാണ്. പെണ്ണിൻ്റെ മാനം എന്ന് പറയുന്നത് അതിനൊരു വില തന്നെയുണ്ട്. അത് പണം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്നതും കാണിക്കാം, അല്ലെങ്കിൽ പണം ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി എന്നതും കാണിക്കാം എന്ന് പറയുന്നൊരു സ്ഥലമല്ല ഈ ഇൻസ്റ്റയിൽ സബ് ചെയ്യുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർ അതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊന്നും ആരും പുറത്തെടുത്തിട്ട് വിമർശിക്കാൻ വരുന്നില്ലല്ലോ, അവരുടെ കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ. പിന്നെ ഇതിനകത്ത് നമ്മൾ ഒരുപക്ഷെ ഇത്രയും വിമർശനം വന്നതുകൊണ്ടായിരിക്കാം ആ ക്വസ്റ്റിനെ തെറ്റാൻ തോന്നിയതും അതിനത് തിരുത്തണമെന്ന് തോന്നിയതും അത് കാണിച്ചതിന് ഇങ്ങനൊരു ക്ഷമ പറയണമെന്ന് തോന്നിയതുമൊക്കെ എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്തതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആരും റിയാക്ട് ചെയ്ത് എല്ലാവരും അതിന് സപ്പോർട്ട് ഒന്ന് മൗനമായിട്ട് നിന്നിരുന്നെങ്കിൽ അതങ്ങനെ തന്നെ അങ്ങ് പോയായിരുന്നില്ലേ. നമ്മൾ ഏതൊരു മനുഷ്യരും ഒരു മോശം, ഇപ്പം ഞാനാണെങ്കിൽ പോലും ഒരു തെറ്റ് ചെയ്യുമ്പം എന്നോടൊരു 10 പേര് പറയുമ്പോൾ തെറ്റെന്ന് പറയുമ്പോഴാണ് എനിക്കും തോന്നുന്നത്, എനിക്ക് ശരിയായിരിക്കും തോന്നിയ കാര്യമായിരിക്കാം അത് തെറ്റെന്ന് തോന്നുക. അപ്പോൾ എന്നാലായിരിക്കും എനിക്ക് മനസ്സിലാകുന്നത് അത് തെറ്റാണ്. 10 പേരത് പറയണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടല്ലോ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ വേറെ ചിലർ അങ്ങനെയല്ല കേട്ടോ, എന്നാൽ നീയൊക്കെ ഇങ്ങനെ എനിക്ക് ചിലവിനിതാ എന്നേ പറയത്തുള്ളൂ. തരേ എൻ്റെ പ്രവൃത്തി നേരിട്ട് വേദന അനുഭവിച്ചത് ഞാനും എൻ്റെ കുടുംബവുമാണ്. അതിൻ്റെ മാനസികാഘാതവും പ്രത്യാഘാതങ്ങളും ഞങ്ങൾ വാങ്ങിയത്. എന്നാൽ അതിന് പിന്നിലെ ഓൺലൈനിൽ ഉണ്ടായ അധിക്ഷേപവും പരിഹാസവും വെറുപ്പും എനിക്ക് അത്യന്തം വേദനാജനകമായിരുന്നു. കണ്ട, ആ ഒരു ഫാമിലി മുഴുവനുമാണ് ആ ഒരു കൊച്ച് അത്രയും ഒരു കാര്യം കാണിച്ചപ്പോൾ അനുഭവിച്ചത്. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നാണവും മാനവും അഭിമാനവും ഉണ്ടെങ്കിലേ തോന്നുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ തോന്നുകയില്ല. ഇങ്ങനെ കാണിച്ച് എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ആൾക്കാർ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞ് മേടിച്ച് ഞം വെക്കാനിരിക്കുന്നവർക്ക് ഒരിക്കലും അങ്ങനെ തോന്നുകയില്ല. ആ ഒരു നാണക്കേടും തോന്നില്ല. അത് മനുഷ്യർ എത്ര വിമർശിച്ചാലും അവർക്ക് നാണം തോന്നുകയില്ല. അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന പൈസയും അതിൽ നിന്ന് ഇരിക്കുന്ന ഞം മാത്രം അവർക്ക് ലക്ഷ്യമുള്ളൂ. അതുകൊണ്ട് ആർക്കും അതൊന്നും തോന്നത്തില്ല. ഒരു ഫാമിലിക്ക് നമുക്ക് ആ ഒരു കൊച്ചു പറഞ്ഞാൽ അവരുടെ വീട്ടുകാർ അനുഭവിച്ച ഇത്രയും കൃഷ്ണകുമാർ ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അയാളൊരു സിനിമാ നടനാണ്. അവരുടെ ഫാമിലി മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ്. വിമർശിക്കാറുണ്ട്, അവർ പല കാര്യങ്ങളിലും വിമർശിക്കാറുണ്ട്, ശരിക്കും വിമർശിക്കാറുണ്ട്. പക്ഷേ ഇത് ഇച്ചിരി കൂടിപ്പോയി, അതിൻ്റെ വിമർശനം ഇച്ചിരി കൂടിപ്പോയി എന്നാണ് ഉള്ള സത്യമാണ്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ സഹതാപം നേടാനോ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനോ വന്നിട്ടില്ല. കഴിഞ്ഞ 1 മാസമായി എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്.
ഈ സബിനകത്ത് ആദ്യമേ 299 രൂപയായിരുന്നു പുള്ളിക്കാരി ചെയ്തത്. അപ്പം അത് കഴിഞ്ഞത് പിന്നെ 399 രൂപയായി. ഒറ്റയടിക്ക് അതൊക്കെ എല്ലാവരും വിമർശിച്ചായിരുന്നു. ഈ ആൾ കൂടിയപ്പോഴത്തേക്ക് ചാർജും കൂട്ടി എന്ന് പറയുന്നത്. ആ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് പുള്ളിക്കാരിക്ക് സബ് നല്ലപോലെ അങ്ങ് കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി എന്നെ അതിൻ്റെ ചാർജ് അങ്ങ് മാറ്റി 399 രൂപയാക്കി. അപ്പം 299 നിന്ന് 399 ആക്കിയത് എന്തിനാണെന്ന് പലരും ചോദിച്ചു. സംഭവത്തിന് ശേഷം സബ്സ്ക്രിപ്ഷൻ അവസാനിപ്പിക്കണമെന്നാണ് ആദ്യം ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് കൂടുതൽ അഭ്യൂഹങ്ങൾക്ക് നെഗറ്റീവിലേക്കും കാരണമാകുമെന്നാണ് തോന്നിയത്. അതിനാൽ കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ ഞാൻ നിരക്ക് ഉയർത്തിയത്. അതിനാണ് അങ്ങനെ ചെയ്തത്, പൈസ കൂട്ടിയത്. പക്ഷേ അതും തെറ്റിദ്ധരിക്കപ്പെട്ടു. ഈ ഒരു വീഡിയോ ഇങ്ങനെയായി, അപ്പോൾ അത് കാണാൻ വേണ്ടി ആൾക്കാർ ഇനിയും വരുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പൈസ കൂടുതലാക്കി എന്നൊരു നെഗറ്റീവും കൂടെ ആ സമയത്ത് വന്നു. അതാ പറഞ്ഞത്, ചില സമയത്ത് നമുക്ക് ഈ ഒരു കഷ്ടകാലം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് വരുമ്പോൾ നമ്മൾ തൊടുന്നതെല്ലാം കഷ്ടകാലത്തിൽ നിൽക്കത്തുള്ളൂ. ആ ഒരു സംഭവം വന്നു കഴിഞ്ഞ് പൈസ കൂട്ടിയപ്പോൾ അന്ന് എല്ലാവരും പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, അവർ പൈസ കൂട്ടി, ഇനി ആളുകൾ കൂടുന്നതനുസരിച്ച് പൈസ കൂട്ടി വരുമാനം അവർക്ക് കൂടും എന്നുള്ള രീതിക്ക്. അതുപോലെ അവർ പറഞ്ഞിട്ട് സബിൽ നിന്ന് കിട്ടിയ അധിക തുക മുഴുവനും ഒരു സാമൂഹിക കാരണത്തിനായി സംഭാവന ചെയ്തുവെന്നും അതിൽ നിന്നും 1 രൂപ പോലും ഞാൻ വ്യക്തിപരമായി എടുത്തിട്ടില്ലെന്നും ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അതൊരു കണക്കിന് കൊള്ളാം. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ പലയിടത്തും നിന്ന് പലരും ഭിക്ഷ ചോദിക്കാറുണ്ട്. അതിലേക്ക് ഒരു 10 രൂപ പോലും ഇടാത്തവന്മാരായിരിക്കും ഇതിനകത്ത് ഈ സബ് ഇത്രയും പൈസക്കാണെങ്കിലും മുടക്കാനായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മളോട് ഇപ്പോൾ പോരുമ്പോൾ പലരും പറയേണ്ടി ലോട്ടറി എടുക്കരുത് എന്ന് പറഞ്ഞിട്ട്, ഞാൻ കണ്ടാൽ എനിക്ക് എടുക്കണമെന്ന് തോന്നുന്നു ഞാൻ എടുക്കും കേട്ടോ. അത് അടിക്കാൻ വേണ്ടി ഒന്നും അല്ല എടുക്കുന്നത്, അത് അടിക്കത്തില്ല. കാര്യം ലോട്ടറി ഞാൻ ഒത്തിരി എടുത്തിട്ടുണ്ട്, പക്ഷെ നോക്കിയിട്ട് പോലും ഇല്ല ആ ലോട്ടറി അടിക്കുന്നുണ്ടോ എന്ന് പോലും നോക്കിയിട്ടില്ല. അത് എടുത്തുകൊണ്ട് വരുമ്പോഴേ എങ്ങോട്ടെങ്കിലും വിടും, പിന്നെ ആ കാര്യം അങ്ങ് മറന്നു പോകും. അതൊരു പത്രത്തിൽ എൻ്റെ നമ്പർ നോക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മെനക്കെടാറില്ല. കൂടുതലും എന്ന് വെച്ചാൽ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഭാഗത്ത് ഈ ലോട്ടറി വിൽക്കാൻ നിൽക്കുന്നവരുണ്ട്. അവരുടെ ഒരു തൊഴിലാണത്, ആ ലോട്ടറി വിൽക്കുക എന്നുള്ളത്. ഒരു ടിക്കറ്റ് എടുത്താൽ അവർക്ക് അതിൽ നിന്ന് ഇത്ര ഒരു കമ്മീഷൻ കിട്ടും. അത് വയ്യാത്തവരൊക്കെയാണ്, രാവിലെ തൊട്ട് അവിടെ നിൽക്കുന്നവർ കാണും. ഒരു ടിക്കറ്റ് എടുക്കാമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഞാൻ എടുക്കാറുണ്ട്, ചിലപ്പോൾ മിക്കപ്പോഴും എടുക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ടിക്കറ്റ് എടുത്ത ഒരു സഹായം ആയിക്കോട്ടെ എന്ന് ഓർത്തുണ്ട്. എല്ലാവരും കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. അവിടെ നിൽക്കുന്നവർ മുഴുവൻ ആൾക്കാർ ഒത്തിരി പേരുണ്ട് അമ്പലത്തിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ കൂടുതലും ഞാൻ ഈ പ്രായം ചെന്ന അമ്മമാർ കാണും, അവർ ജോലിക്ക് ഒന്നും പോകാൻ പറ്റാത്ത ഒരു നിവൃത്തിയിലെത്തിരിക്കും. അങ്ങനെയുള്ളവരെ കാണുമ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ നിന്ന് ഞാൻ അവർ എടുക്കാമെന്ന് ഇരിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് ഞാൻ കൂടുതൽ എടുക്കാറുണ്ട്. അതിപ്പം നമ്മളൊരു സഹായം, ചിലർ പറയും ലോട്ടറി ടിക്കറ്റ് എടുക്കരുത്, അത് തന്നെ തെറ്റാണെന്നും അത് നമ്മൾ അടിക്കണമെന്ന് വിചാരിച്ചെടുക്കുന്നതുകൊണ്ടല്ലേ. അടിക്കേണ്ടെന്ന് വിചാരിച്ചെടുത്ത് നമുക്ക് തന്നെ തെറ്റ്, അവർക്കൊരു സഹായം അത്രയേ ഉള്ളൂ. ഇപ്പോൾ പറയായിരിക്കും അഹങ്കാരമൊന്നും അല്ലോട്ടെ പറയുന്നത്. കാര്യം വെച്ചാൽ ലോട്ടറി ടിക്കറ്റ് നമുക്കൊന്നും അടിക്കത്തില്ല. പിന്നെ വെച്ചാൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് നമ്മളങ്ങനെ നോക്കാനായിട്ട് ഇരിക്കാറില്ല. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അവർ വന്ന് ചോദിക്കുമ്പോൾ എടുക്കുന്നു, അത്രയേ ഉള്ളൂ. ചിലപ്പോൾ ഈ ഡേറ്റും കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴായിരിക്കും പേഴ്സിനകത്തുനിന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുന്ന കാണും, ഇത് അന്നേരത്തെ ലോട്ടറി ടിക്കറ്റ് അല്ലേ എന്ന് നടക്കും. അന്നേരത്തേക്ക് ആ പത്രം പോലും എവിടെയെന്ന് അറിയത്തില്ലായിരിക്കും. അപ്പം അങ്ങനെ ഒരു ലോട്ടറി ടിക്കറ്റ് പോലും എടുത്ത് ഒരു മനുഷ്യരെ സഹായിക്കാത്തവരായിരിക്കും ഇവിടോട്ട് കൊണ്ടുപോയി ഈ 299 399 രൂപയ്ക്ക് 399 രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളവർക്ക് 390, അതിൻ്റെ കൂടെ 1 രൂപയും കൂടെ കൂട്ടിയാൽ 400 ആവുകയാണ് ചെയ്യുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കുക. ഈ 1 രൂപ കുറച്ച് ബാറ്റയുടെ ചെരുപ്പ് മേടിക്കുന്നവരാണ്. ബാറ്റയുടെ ചെരുപ്പ് മേടിക്കുമ്പോൾ എപ്പോഴും ഈ 99 രൂപ വന്നേ നിൽക്കത്തുള്ളൂ. ഏത് 299 അല്ലെങ്കിൽ 399 499 അല്ലെങ്കിൽ 599, അതിൻ്റെ കൂടെ 1 രൂപയും കൂടെ ചേർന്നാൽ 600 ആവും എന്നുള്ളത് നമ്മൾ അന്നേരം പെട്ടെന്ന് ചിന്തിക്കുക. 599 രൂപയുള്ളൂ ഇതിന് എന്നൊരു മൈൻഡാണ് നമ്മൾ വരുന്നത്. എന്ന് പറഞ്ഞ പോലെയാണ് ഈ സബിൻ്റെ കാര്യം ചെയ്യുന്നത്. അവരെല്ലാം ഒരു 99 കൊണ്ടുവന്ന് ഇങ്ങോട്ട് നിർത്തും. നോക്കുമ്പോൾ 299 ഉള്ളൂ. കാര്യം 300 താഴെ എന്നുള്ളൊരു മൈൻഡാണ് പോയിരുന്നത്. 1 രൂപയും കൂടി ഇട്ടാൽ മതി 300 ആകാൻ എന്നുള്ളത് ചിന്തിക്കുന്നില്ല. പിന്നെ ഇതൊക്കെ കാണാൻ പോകുന്നവരെ സമ്മതിക്കണം. കാര്യം എന്ന് വെച്ചാൽ ഇത്രയ്ക്ക് ലൈംഗിക ദാരിദ്ര്യമാണല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് ഈ സബിനകത്ത് കയറിയിരുന്ന് ഇങ്ങനെ ഇരിക്കുന്ന ഈ ആൾക്കാർ, എൻ്റെ പ്രവൃത്തികൾ കാരണം വേദനിച്ചവരോടും നിരാശരായവരോടും ഞാൻ ഹൃദയത്തിൽ നിന്ന് ക്ഷമ ചോദിക്കുന്നു. ഞാൻ നിങ്ങൾ പലരെയും നിരാശപ്പെടുത്തിയെന്ന് എനിക്കറിയാം. എന്നാൽ ഇതൊരു മോശം തീരുമാനത്തിൽ ഫലമായിരുന്നെന്നും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതോ ദുഷ്ടലക്ഷ്യത്തോടോ ചെയ്തതല്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ ഒരു കാര്യം അവർ ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അതിന് അവർ ശരിക്കും ഈ ഒരു പോസ്റ്റ് കണ്ടാൽ നമുക്കറിയാം ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവർ ക്ഷമ ചോദിക്കുന്നത്. അവർക്കുണ്ടായ നാണക്കേട് ആ ഒരു സമയത്ത് അവർ ചിലപ്പോൾ ഒരു പോസ്റ്റ് ചെയ്യാതിരുന്നത്, നമുക്കൊരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്നൊരു മാറ്റം വരാൻ കുറച്ച് സമയം എടുക്കും ഇല്ലേ. ആ ഒരു സമയം എടുക്കുന്നിടം വരെ ആയിരിക്കാം അവർ പിന്നെ അവർ ചിന്തിച്ച് പുറത്ത് കാണും, ഇങ്ങനൊരു പോസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് കാണും. അതായിരിക്കും അവരിങ്ങനെ ഒരു പോസ്റ്റ് കൊണ്ട് വന്നത്. എന്നാണല്ലോ കൊച്ച് കണ്ടപ്പോൾ നമുക്കൊരു വിഷമം തോന്നി. കാര്യം ഈ കൊച്ച് എന്നത്തിനാണ് ഇങ്ങനെ കാണിച്ചേ എന്നോർത്തുകൊണ്ട്. അത് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ക്ഷമ പറയുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. അവർക്കൊരു കാര്യം ചെയ്തു, അവർക്ക് തെറ്റ് പറ്റിപ്പോയി, ആ ഒരു തെറ്റ് അവർ തിരുത്തി വീണ്ടും അത് ആവർത്തിക്കാതിരിക്കുകയും അതിന് ക്ഷമ പറയുകയും കൂടെ ചെയ്യുമ്പോഴാണ് അവരുടെ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ ചിലർ സബിനകത്ത് നിർത്ത് നാറികൾ ആസ്വദിച്ചു, പിന്നെ എന്നതാ നിനക്കൊക്കെ ആസ്വദിക്കണമെങ്കിൽ ആസ്വദിച്ചാൽ പോരെ, നീക്ക് എന്തിനാണ് സബിന്ന് എടുത്തുകൊണ്ടൊന്ന് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരുടെ ചോദ്യമൊന്നും അല്ല അത് ചോദിക്കാൻ വന്നത്. അതിനെ പറ്റിയ തെറ്റാണെന്ന് മനസ്സിലായി. ഈ സബ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരമുണ്ടല്ലോ, ഇത് കാണുന്നവരെ അല്ല കേട്ടോ, കാണിക്കുന്നവരൊരു വിചാരം പറഞ്ഞിട്ടുള്ളത് ഏതാണ്ട് സിനിമയിൽ അഭിനയിച്ചൊരു പാവമാണ് അവർക്ക്. പിന്നെ
ഏതായാലും വലിയ നല്ല കാര്യം ചെയ്ത് പാവത്തിലാണ് അവരിതിന് തെറി വിളിക്കാനും വഴക്കുണ്ടാക്കാനും വരുന്നത്. നീയൊക്കെ എന്തിനാണ് എന്നെ വിമർശിക്കുന്നത്? നിനക്കൊക്കെ എനിക്ക് ചിലവിന് തരാൻ പറ്റുമോ? നീയൊക്കെ എൻ്റെ കാര്യങ്ങൾ നോക്കുമോ? അതിനെ സപ്പോർട്ട് ചെയ്ത് വേറെ കുറേ എന്നാ വാഴകളെന്ന് പറയാം, വേറെ കുറേ എണ്ണം കൂടെ ഇറങ്ങും. അവർ ചെയ്തോട്ടെ, അവർ കാണിച്ചോട്ടെ എന്നും പറഞ്ഞോട്ട് ഈ ചെയ്തും കാണിച്ചും ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്നവർ ഞാൻ പറഞ്ഞ നാണക്കേടുള്ള ഫാമിലിക്ക് അത് നാണക്കേടാവുള്ളൂ. അല്ലാതെ അതിൽ നിന്നും കിട്ടുന്നത് പുട്ടടിച്ച് ലാവിഷായിട്ട് നടക്കുന്നവർക്ക് നാണക്കേടായിട്ട് തോന്നില്ല. ഈ ഇത്രയെല്ലാം കാണിച്ചേച്ച് ഈ സമൂഹത്തിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് എത്രയാണേലും മനുഷ്യർ ചിരിക്കുമ്പോഴുള്ളിൽ പറയത്തില്ലേ, ആ ഇന്ന പരിപാടി കാണിച്ചതാണ് ഈ പോകുന്നത് എന്ന് പറയും, ഉറപ്പായിട്ടും പറയും. നമ്മളൊക്കെ പണ്ട് നമ്മുടെയൊക്കെ ഇപ്പോഴൊന്നും അത്ര എനിക്ക് തോന്നിയില്ലെന്ന് തോന്നുന്നു. ഓരോ മോശമായിട്ടുള്ള സ്ത്രീകളെയൊക്കെ കാണുമ്പോഴത്തേക്ക് അവരോട് ചിരിക്കാൻ വർത്തമാനം പറയുകയൊക്കെ ചെയ്യും. അവർ പോയി കഴിയുമ്പോൾ അവൾ ഏതാണെന്ന് അറിയാമോ, അവളുടെ മറ്റ് സംഭവം എന്നുള്ള രീതിക്ക് ആൾക്കാർ പറയും. അത് ഉറപ്പായിട്ടും വരാം. അതിപ്പോഴും അന്ന് നാട്ടിൻപുറത്ത് അല്ലാതെ ആൾക്കാർ പറയുന്നു, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആൾക്കാർ പറയും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇപ്പോൾ പറയും നാട്ടിൻപുറത്ത് പറയുന്നത് കൊതിയുന്നോണെയാണ്. കൊതിയുന്നോണെയൊന്നുമില്ല, അവർ ചെയ്ത കാര്യമല്ലേ നാട്ടിൻപുറത്തുള്ള ആൾക്കാർ പറയുന്നത്. ഈ സംഭവം എന്നെ വിലപ്പെട്ട ചില പാഠങ്ങൾ പഠിപ്പിച്ചു. അത് എന്നെ കൂടുതൽ വിവേകമുള്ളതും മികച്ചതുമായ ഒരു വ്യക്തിയാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ സംഭവം ചിലരുടെ കാഴ്ചപ്പാടിൽ എന്നെ മാറ്റിയിരിക്കാം. പക്ഷേ നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരുന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ അതേ വ്യക്തിയാണ്. സമയം കഴിയുമ്പോൾ ക്ഷമിക്കുകയും മറ്റൊരു അവസരം നൽകുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ പ്രയാസകരമായ സമയത്ത് എന്നോടൊപ്പം നിന്ന് അവരുടെ ഫ്രണ്ട്സും പിന്നെ അവരുടെ ഫാമിലുള്ളവരൊക്കെയാണ് പിന്നെ താങ്ക്സ് പറഞ്ഞിരിക്കുന്നത്. എന്നതാണേലും ഒരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ ആ തെറ്റാന്ന് പറഞ്ഞ് തിരുത്താനും അത് റിമൂവ് ചെയ്യാനും ആ വീഡിയോ റിമൂവ് ചെയ്യാനും അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാതെയും ചെയ്തതാണ് ആ കൊച്ചിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ടും കാണുന്നത് കേട്ടോ. അതിന് നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഇപ്പോഴും സബ് എന്ന് പറഞ്ഞ് മാത്രം നടക്കുന്നത്, അതിൽ നിന്ന് വരുന്ന വരുമാനം മാത്രം ഉദ്ദേശിച്ച് നടക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം ഒരു അഞ്ജിത നായർ എന്നതാണ് കാണിക്കുന്നതെന്ന് എനിക്കറിയാൻ മേല. അവർ സോഷ്യൽ മീഡിയ കിടന്ന് കാണിക്കുന്ന കണ്ടാൽ നമുക്ക് അറപ്പാകും. അവൾമാരെ കാട്ടം കണ്ട അത് ചേട്ടത്തി അനീതിയാണെന്ന് ഓർക്കണം ഈ മാതിരി വൃത്തികേടിന് കാണിക്കുന്നത്. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ ചേട്ടത്തി അനീതിയും കിടന്ന് നിൽക്കുക. ആ മൂത്ത പുള്ളിക്കാരിക്ക് ഒരു കൊച്ചുണ്ട്, ഒരു ആൺകുഞ്ഞുണ്ട്, അവൾക്ക് ഭർത്താവും ഉണ്ട്. ചിലപ്പോൾ അവൻ സൈഡിൽ കാണും, ഇവള് കിടന്ന് ഈ കാണിക്കുമ്പോൾ അവൻ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പണം ഉണ്ടെങ്കിൽ എല്ലാം നേടിയെന്നൊരർത്ഥമില്ല കേട്ടോ. പണം ഉണ്ടെങ്കിൽ എല്ലാം നേടിയെന്നൊരർത്ഥമില്ല. എങ്ങനെയും പണം ഉണ്ടാക്കിയാൽ പണ്ടുള്ളവർ പറയും ആ പണം നാണക്കേട് മാറ്റുമെന്ന്. അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പം അങ്ങനല്ല. ഇപ്പോൾ ഒരു മനുഷ്യർക്കും അങ്ങനെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യർക്കും ഈ പണത്തിനോട് ആർത്തി പിടിച്ചാലും പോകാറില്ല. അവനവന് ജീവിക്കാനുള്ള അത്യാവശ്യ മാർഗ്ഗങ്ങൾ വേണം എന്ന് മാത്രമേ എല്ലാവരും ചിന്തിക്കാറുള്ളൂ. അല്ലാതെ എല്ലാവർക്കും ആർക്ക് വേണേലും ഈ പണി കാണിക്കാം. ചിലർക്കൊക്കെ ഒരു തോന്നലുണ്ട് ഇത് ഞങ്ങളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, ഞങ്ങൾ മാത്രം കാണിച്ചാലേ ശരിയാവുള്ളൂ എന്നുള്ളത്. പെണ്ണെന്ന് പറയുന്നത് എല്ലാത്തിനും കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ആ അഞ്ജിത നായരുടെ ആ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യണമെന്ന് ഓർത്താണ് കഴിഞ്ഞ ദിവസം ഞാൻ ഓർത്തായിരുന്നു. കാര്യം സോഷ്യൽ മീഡിയയിലോട്ട് കയറി കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. ഇത്രയും നാണം കേട്ടോ. കണ്ടാൽ നല്ലൊരു പെണ്ണാണ്, കാണാൻ നല്ല രസമാണ് ഇതിനെ. ആ കാണാൻ കൊള്ളുന്ന ഒരു പെങ്കൊച്ച് കല്യാണം പോലും കഴിച്ചിട്ടില്ല. ഈ മാതിരി തോന്നിവാസങ്ങളും കൊണ്ട് നടക്കുന്നു. അന്നല്ല ചേട്ടത്തിയോ അല്ലെങ്കിൽ അവർക്കൊരു അമ്മയോ ഇങ്ങനെ കാണിക്കാതെ അവർക്കല്ലാതെ ഇഷ്ടംപോലെ വീഡിയോ അവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ അങ്ങനെയൊന്നും അല്ലാതെ മാന്യമായിട്ടൊരു ധാവണി കൊടുത്ത് അവരൊരു പാട്ടൊക്കെ ഇതിട്ട് റീൽ ചെയ്തായിരുന്നു. ഒരു അമ്പലത്തിൻ്റെ ഇടയിൽ വിളക്ക് നമുക്ക് പഴയ നടി മോനിഷയുടെ ഒരു ചെറിയ ഇതുപോലെ തോന്നുമായിരുന്നു മുഖം കണ്ടാൽ. അത്രയ്ക്ക് നല്ല ഭംഗിയാണ് കൊച്ചിന് മുഖം ഇരിക്കുന്നത്. ആ പെങ്കൊച്ചാണ് കിടന്ന് ഇതുപോലുള്ള തോന്നിവാസങ്ങൾ കാണിക്കുന്നത്. അതിന് നമുക്കങ്ങ് അറപ്പും വെറുപ്പുമായി പോകും ഇത് കാണിക്കുന്നതിന്. കുറേ ഡ്രസ്സ് ഇട്ട് എന്നതാണോ കാണിച്ചു കൂട്ടുന്നതെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞില്ല, സ്ത്രീകൾക്ക് ദൈവം തമ്മിൽ ചില അവയവങ്ങൾ കൊടുത്തേക്കുന്നതിന് അതിന് ഓരോരോ ആവശ്യങ്ങളുണ്ട്. അല്ലാതെ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ കാണിക്കാനല്ല. അവളൊരു അമ്മയാകും, ആ കുഞ്ഞിന് കഴിക്കാനുള്ള ഒരു ആഹാരം അതിന് ഫീഡ് ചെയ്യാനുള്ളൊരിതായിട്ടാണ് കൊടുത്തേക്കുന്നത്. പക്ഷേങ്കിൽ ഈ പലരുടെയും വിചാരം എന്താ പറയുക, ഇത് കാണിച്ച് പൈസ ഉണ്ടാക്കാനായിട്ട് ദൈവം തമ്മിനെ കൊടുത്തേക്കുന്നുള്ള മൈൻഡിൽ കിടന്നത്. അത് കുറേ ഈ ട്രാൻസ്ജെൻഡർ കുറേ ഇറങ്ങിയിട്ടുണ്ട്. കുറേ സിൽക്കോണും വെച്ച് പിടിപ്പിച്ചുകൊണ്ട് അത് തുറന്ന് കാണിക്കാൻ വേണ്ടി നടക്കുന്നത്. ഇതൊക്കെ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഒന്നും തുറന്ന് കാണിക്കണ്ടായിരുന്നു. പെണ്ണാകാൻ നടന്നേച്ച് പെണ്ണായി കഴിയുമ്പോഴത്തേക്ക് അത് തുറന്നിട്ട് കാണിക്കാം. എന്നിട്ട് വന്നിച്ച് കുറേ ഡയലോഗും പറയും. കുലസ്ത്രീകളിടുന്ന ഡ്രസ്സാണ് ഞാൻ ഇട്ടേക്കുന്നതെന്ന്. മാന്യമായിട്ട് ഡ്രസ്സ് ധരിച്ച് നടക്കുന്നവരെ വിളിക്കുന്നതാണ് കുലസ്ത്രീകളൊന്നും. ഇങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ശ്രീലക്ഷ്മി, ഈ ജാസിയുടെ കൂടെ നടക്കുന്ന ശ്രീലക്ഷ്മി, അവർ കാണിച്ചു കൊടുക്കുന്ന തോന്നിവാസങ്ങൾ കാണാം. പെണ്ണാണെന്നും പറഞ്ഞുകൊണ്ട് എന്നതും കാണിക്കാന്നുള്ള. ഞാൻ ചോദിക്കുന്ന ഈ കാണിക്കുന്ന പോലെ ഒരാണ് അടിയിലിടുന്ന ഒരു വസ്ത്രം ഇട്ടുകൊണ്ട് നടന്നാൽ ഈ പെണ്ണുങ്ങൾ എന്നതെല്ലാം പറയും. അത് എൻ്റെ മഹാ അപരാധം. അയ്യോ അവൻ കാണിച്ചു കണ്ട പിന്നെ അവനെ ആക്രമിക്കാൻ ചെല്ലുന്നു, ചീത്ത വിളിക്കാൻ ചെല്ലുന്നു. അതുപോലെ കുറേ സ്ത്രീകൾക്ക് വേണ്ടി സംരക്ഷിക്കാൻ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഭാഗ്യലക്ഷ്മി പോലുള്ളവരൊക്കെ. ഒരു പുരുഷൻ സൈഡിൽ നിന്ന് യൂറിൻ പാസ് ചെയ്തപ്പോഴത്തേക്ക് അവനെ ഇടിച്ച് കൊല്ലാൻ തോന്നിയവർക്ക് സ്ത്രീകൾ ഈ കാണിച്ചിറക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല. സ്ത്രീകൾ ഇങ്ങനെ നടക്കുന്നതിന് യാതൊരു വിഷയവുമില്ല അവർക്ക്. സ്ത്രീകൾ തുണിയില്ലാതെ നടന്നാലും കുഴപ്പമില്ല, അവർ തലയും കുത്തി മറിഞ്ഞാലും കുഴപ്പമില്ല, ഒന്നുമില്ല. പുരുഷന്മാരാണെങ്കിൽ അയ്യേ, അവരൊരു ഷർട്ട് ഇടാതെ കണ്ടാൽ പോലും അയ്യെന്ന് വെക്കുന്നവരുണ്ട്. ഷർട്ട് ഇടാതെ ഒരു തോർത്ത് തോള ഇട്ടുകൊണ്ട് നിന്ന് വീഡിയോ ചെയ്യുന്നവരെ സ്ത്രീകൾ വന്നിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാ ഡയലോഗടി എന്നറിയാം. അതേസമയം ഇങ്ങനെയുള്ള കുറേ എണ്ണം കാണിക്കുമ്പോഴത്തേക്കും കുറേ സ്ത്രീകൾ അതിന് സപ്പോർട്ട് ഇട്ടിട്ടുണ്ട്.
നിങ്ങൾക്ക് തന്നെ അവർ ചെയ്യട്ടെ, അവർ ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്നാ പ്രശ്നം? അവർ ചെയ്തോട്ടെ, നമുക്കൊരു പ്രശ്നമില്ല. അവർ വീട്ടിലുള്ളവർക്ക് കാണാൻ രീതിക്ക് ചെയ്തോട്ടെ. സോഷ്യൽ മീഡിയയിലോട്ട് കൊണ്ടുവന്നിട്ട് കാണിക്കുമ്പോഴേ ഉള്ളൂ നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. നമ്മളിപ്പം ഒരു വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നത്, നമ്മൾ ആരും പോകത്തില്ല, അവരുടെ പെരയ്ക്കകത്തിരുന്നവർക്ക് ആ സമയം ആ വഴക്ക് നമ്മുടെ വീടിൻ്റെ വാതിക്കലോട്ട് വന്ന് കിടന്ന് തെറി വിളിച്ചാൽ നമ്മൾ കേട്ടോണ്ടിരിക്കുമോ? നമ്മൾ എന്തെങ്കിലും പറയുന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം നിങ്ങളുടെ പെരയ്ക്കകത്ത് പോയി നിങ്ങൾ തെറി വിളിച്ചാൽ ഇവിടെ ഈ വാതിക്കും തെറി വിളിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ ആരാണെങ്കിലും പ്രതികരിച്ച് പോകും. അത് തന്നെയാണ് ഈ കാണിക്കുന്നത്. സോഷ്യൽ മീഡിയ വന്ന് കിടന്ന് തുണി അരിക്കുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കുന്നത്. അവരവരുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. ഈ സബെന്നും മറ്റതും മറിച്ചതും പറഞ്ഞുകൊണ്ട് ഓരോ കൊച്ചു പിള്ളേരെ പോലെ അതിനകത്തൊരു ബാ നല്ല അടിപൊളിയാണ്, സൂപ്പറാണ്, കണ്ടിട്ടുള്ളൊരു ചോദ്യം എടുത്തോ, നഷ്ടമാകുകയല്ല സബ് എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോഴത്തേക്കേ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന തോന്നിയാസങ്ങൾ തന്നെയാണ്. അതിനേറെ വിമർശിക്കുക തന്നെ ചെയ്യും. അല്ല, അതിന് ഒരു ന്യായീകരണം കൊണ്ട് ആരും പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ പേര് ഇപ്പോഴത്തെ സമൂഹം ഇങ്ങനെയാണ്, ഇപ്പോഴുള്ള ജനറേഷൻ ഇങ്ങനെയാണ്, അപ്പോൾ അവരങ്ങനെയൊക്കെ കാണിക്കും എന്ന് പറയുന്ന ആണുങ്ങളും ഉണ്ട്. ഈ പറയുന്ന ആണുങ്ങൾ അവരുടെ വീട്ടിൽ പുതിയ തലമുറ ഉണ്ടല്ലോ, അതിലൊരു കൊച്ചിനോട് മക്കളെ ഇന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് വാ, അച്ചാച്ചൻ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിടാം, മക്കളെ എല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ചെയ്യുമോ? ചെയ്യുകയല്ല. അപ്പോൾ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്ന് കാണാൻ നല്ല രസമാണ്, അത് ഈ കാണിക്കുന്നവർ മനസ്സിലാക്കുന്നില്ല. എന്നാണേലും ഇത് വീഡിയോ കഴിയ ഒരു പോസ്റ്റ് കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ, ആദ്യം നമുക്കൊരിത് തോന്നിയെങ്കിലും ആ കൊച്ചിനോടൊരു സ്നേഹവും ബഹുമാനവും തോന്നി. ഉള്ള സത്യം പറയാം. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അതിന് ആ തെറ്റാന്ന് മനസ്സിലായി. അതിനുള്ള ആ ഒരു മറുപടിയായിട്ട് അത് വന്നപ്പോഴത്തേക്ക് അത് വീണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുമില്ല. അപ്പം തെറ്റ് ചെയ്ത അത് തിരുത്താൻ മനുഷ്യരെ കൊണ്ട് പറ്റും. അത് വേണ്ട, അത് തെറ്റാണെന്ന് മനസ്സിലാക്കി തിരുത്താൻ പറ്റും. അങ്ങനെയുള്ളവരും ഉണ്ടെന്നുള്ളതിൻ്റെയാണ് ഈ ഒരു പോസ്റ്റ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അഭിമാനവും മാനവും ഒക്കെ വേണം അത് തിരുത്തണമെന്നുണ്ടെങ്കിൽ. ഇതൊന്നുമില്ലാത്തവർക്ക് അത് നല്ല കാര്യങ്ങൾ തന്നെയായിരിക്കും. എന്നെയാണ് നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.